ഗായ്സ് എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഒരുപാട് പേരുടെ ആശങ്കയെ തുടർന്ന് പല വീഡിയോസും നമ്മൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സംശയങ്ങൾ ഒഴിയുന്നില്ല പലർക്കും. സോ നമ്മൾ ഇന്ന് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് തന്നെയാണ് വന്നിരിക്കുന്നതും. ഇറ്റ്സ് ജസ്റ്റ് എ മെഷേഴ്സ്, ഇറ്റ്സ് നോട്ട് ലോ എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സോളിസിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളിസിറ്റർ മാത്രമല്ല, ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പല ന്യൂസുകളും അത് പറഞ്ഞിരിക്കുന്ന ഒരു മെഷറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്ലാൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പോളിസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രപ്പോസലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊരു ലോ അല്ല എന്നുള്ള കാര്യം മുന്നേ തന്നെ എടുത്തു പറയാം. ഓക്കെ, പിന്നെ കുറേ സംഭവവികാസങ്ങൾ ഇതിനെ തുടർന്നിട്ട് ഇന്നലെയൊക്കെ നമ്മുടെ ന്യൂസുകളും കാര്യങ്ങളും പാർലമെൻറ്റിലൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നമുക്കെല്ലാവർക്കും അറിയാം, യു കെയിലേക്ക് ഇനി വരാൻ പോകുന്ന നിയമങ്ങളാണ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന നിയമങ്ങളാണ്, വന്നിട്ടില്ല. ഓക്കെ, ഇതൊരു പോളിസിയാണ്. ഓക്കെ, ഇതൊരു പ്രപ്പോസലാണ്. ഓക്കെ, ഇതൊരു മെഷറാണ്. അതായത് ഇപ്പോഴത്തെ യു കെയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞ് യു കെയിൽ ഈ പറഞ്ഞ രാജ്യത്തിലെ ആളുകൾക്ക് വേണ്ടി യു കെ ഗവൺമെൻറ് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇത് നിയമമാണെങ്കിൽ ഇനിയും കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രപ്പോസൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പല രീതിയിലുള്ള പൊട്ടിത്തെറികൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. എം പിമാരുടെ പല ചോദ്യങ്ങൾ, അതായത് എതിർ എം പിമാരുടെ ഒരുപാട് ചോദ്യങ്ങൾ, കളിയാക്കൽ, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഋഷി സുനക് ഗവൺമെൻറ് ഒരു സമയത്തൊക്കെ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ക്രിസ് സ്റ്റാമർ. പക്ഷേ പുള്ളി ഇപ്പോൾ പ്രധാനമന്ത്രിയായപ്പോൾ പുള്ളി തന്നെ വലിയ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് തയ്യാറെടുത്തപ്പോൾ പല ആളുകളെയും അത് ഒരു എന്താ പറയുക, പുള്ളിയെ നോക്കി ചിരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, മെയിനൊരു കാര്യം, ഇപ്പോൾ അവർ കൊണ്ടുവന്നത് കടുത്തതിനെ കാട്ടി ഇരട്ടി കടുത്ത നിയമങ്ങളാണ് പുള്ളി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, എം പിമാരൊക്കെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഗിമിക്കാണ്, അല്ലാതെ ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്നാണ് പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്. ഗേറ്റ് കൂപ്പറിന് നേരെ ഒരുപാട് ചോദ്യശരങ്ങൾ ഉയർത്തിയിരുന്നു പാർലമെൻറ്റിൽ. ഓക്കെ, ഇതിനെ തുടർന്ന് നഷ്ടമുണ്ടാകുന്ന ബിസിനസ്സുകൾ, ഇതിനെ തുടർന്ന് നഷ്ടമുണ്ടാകുന്ന മറ്റ് മേഖലകൾ, എക്കണോമി, അതെങ്ങനെ കറക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യ ഉത്തരങ്ങൾ ഇനി ഒരുപാട് ദിവസം നീണ്ടു നിൽക്കും. ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾ മിസ്സാകില്ല. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ഇനിയിപ്പോൾ ക്രിസ് സ്റ്റാമറിന് പോലും അറിയുണ്ടാവില്ല ഇത് എന്ന് വരാം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രപ്പോസലാണ്. ഇതിനി ചർച്ച ചെയ്ത് അവരുടെ മന്ത്രിസഭയ്ക്കകത്ത് ഇട്ട് ചർച്ച ചെയ്ത് ഇതിനകത്ത് ഏതൊക്കെ ബിസിനസ്സുകളെ ഒഴിവാക്കണം, എന്തൊക്കെ മേഖലയെ ഒഴിവാക്കണം, ഇനി ഏതൊക്കെ മേഖലയെ ആഡ് ചെയ്യണം, എവിടെ ഘടിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. അതുമാത്രമല്ല, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ധവളപത്രം അത് വന്നതും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് പോളിസിയാക്കാനൊന്നും ഗവൺമെൻറ്റിന് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആശങ്ക അത് ഈ നിയമങ്ങൾ വന്നതിന് ശേഷം ആവട്ടെ, വരുന്നതിന് മുമ്പ് ആശങ്കപ്പെടേണ്ട. പല നാട്ടിലെ മാധ്യമങ്ങളും അതേപോലെ നാട്ടിലെ ന്യൂസ് പേപ്പേഴ്സും എല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിയമം വന്നു എന്നുള്ള ഇതിലാണ്. ഒരിക്കലും നമ്മൾ നിയമങ്ങൾ വരുന്നു എന്നേ പറയുന്നുള്ളൂ, ഒരു കാരണവശാലും വന്നു എന്നും പറയുന്നില്ല. ഓക്കെ, ഈ നിയമങ്ങളൊന്നും വന്നിട്ടില്ല, ഇനി വരുന്ന ദിവസം ചിലപ്പോൾ നാളെ വരാം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് വരാം, ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞ് വരാം, ഇനി വരാതിരിക്കാം. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, ഒരുപാട് സംശയങ്ങളുണ്ട്, സംശയങ്ങൾ നിങ്ങളുടെ തീർക്കാം. ഇപ്പോൾ ആശങ്ക കുറച്ച് തീർത്തില്ലേ, ഇനി സംശയങ്ങൾ കുറച്ച് തീർക്കാം. ഓക്കെ, ഈ പോളിസിക്കകത്ത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമിഗ്രേഷൻ സോളിസിറ്റർ വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ സ്കിൽഡ് വർക്കർ വിസ തൊട്ട് തുടങ്ങാം. നമുക്കിതിനകത്ത് ഒരു 3-4 മേഖലയാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് സ്കിൽഡ് വർക്കർ വിസ, അതുപോലെ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ, പിന്നെ പെർമനന്റ് റെസിഡൻസി, ഫാമിലി, ഇതൊക്കെയാണ് നമുക്ക് നോക്കേണ്ട മേഖലകൾ. ഓക്കെ, ഇനി സ്കിൽഡ് വർക്കർ വിസയ്ക്കകത്ത് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ത്രഷോൾഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ ത്രഷോൾഡ് ഈ നിയമങ്ങൾ വന്ന ശേഷം തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാധിക്കും. അതായത് ലോ സ്കിൽഡ് ജോബുകളെ യു കെയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ കൺസെപ്റ്റ്. അതായത് അതിനകത്ത് എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കുക. നമുക്കറിയാം, ഇപ്പോൾ ലോ സ്കിൽഡ് ജോബുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ ജോബ്സ്, ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ ഷെഫ്, ഇന്നലെ സോളിസിറ്റർ പറഞ്ഞ ഷെഫുമാർ,
മറ്റ് പല ജോബുകൾ, അതായത് ഈ ഡിഗ്രി പോലും ലെവൽ. അപ്പോൾ ആർക്കി ഓഫ് ലെവൽ 3 to 5 വരുന്ന ജോബുകളാണ് ഈ പറഞ്ഞ ലോ സ്കിൽഡ് ജോബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ജോബുകളെ മാക്സിമം ഒഴിവാക്കുക, ഓവർസീസിന് റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കി ഓഫ് ലെവൽ 6 and above മാത്രമായിരിക്കും UK ഇനി ജോബ് കിട്ടണമെങ്കിലുള്ള മാനദണ്ഡം എന്നുള്ളതാണ്. പിന്നെ ചില ജോബുകളിൽ, അതായത് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്, നമുക്കറിയാം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ഏകദേശം ഒരുപാട് ജോബുകൾ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ ജോബ് വരെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം എന്ത് ചെയ്യും, അതിനകത്തുള്ള കുറേ ജോബുകളുണ്ട്, ഈ ഡിസ്കൗണ്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോബുകൾ, ആ ജോബുകൾ കിട്ടാതാവും. ഇനി ആ ജോബുകൾക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാൻ പറ്റാതാവും. ഹയർ ചെയ്യുന്നത് ഇവിടെ UK നിന്നാണെങ്കിൽ പോലും ഹയർ ചെയ്യുന്നത് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്യുമ്പോൾ വരുന്നത്. സോ ഇപ്പോൾ സ്കിൽഡ് വർക്കർ റൂട്ടിനകത്ത് ആർക്കി ഓഫ് ലെവൽ 6 and above മാത്രമായിരിക്കും ജോലി ലഭിക്കുക. അതും പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ ത്രൂ ആയിരിക്കും ആ ജോലി ലഭിക്കുക. ഓക്കെ, അതുപോലെ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ്, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിന് പകരം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റ് എല്ലാ ഫ്രീക്വൻറ്റ് ഇൻ്റർവെലിനകത്തും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പണ്ട് നമ്മൾ ഒരു ഇമിഗ്രേഷൻ ലിസ്റ്റ്, സാലറി ലിസ്റ്റ് വന്നു, ISL വന്നു, അത് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കാലത്തേക്ക് ചില ജോബുകൾ നിലനിന്നിട്ടുണ്ട്, ഇത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ കറക്റ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെലിന് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ആർക്കി ഓഫ് ലെവലിന് താഴെയുള്ള ജോബുകൾ ആവശ്യമാണെങ്കിൽ ആ ഒരു ജോബ് ആ ഒരു പട്ടികയിലേക്ക് ആഡ് ചെയ്യും. അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ പട്ടികയിൽ നിന്ന് എടുത്ത് കളയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുമോ ഇല്ലേ എന്ന് ദൈവം തമ്പുരാനറിയാം. ഇപ്പോൾ എന്താ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ മാറ്റങ്ങളും നിങ്ങളെ ചെയ്യില്ല നിങ്ങൾ. ഓക്കെ, അത് വിശ്വസിച്ചോ, കൂടെ കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റു പോയിന്റിലേക്ക് കടക്കാം. ഇമിഗ്രേഷൻ സ്കിൽഡ് വർക്കർ വിസയിൽ ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ, നമ്മൾ സ്കിൽഡ് വർക്കർ വിസയുടെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസയുടെ കേസിലാണ് കേട്ടോ. സ്റ്റുഡൻറ്റ് വിസ തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും സ്റ്റുഡൻറ്റ് വിസ നിർത്താനായിട്ടുള്ളൊരു പ്ലാനൊന്നുമില്ല. വലിയ കോൺട്രിബ്യൂഷൻസ് UK സ്റ്റുഡൻറ്റ് വിസ മേഖലയിൽ ഒരുപാട് തന്നിട്ടുണ്ട്. അതായത് ഏകദേശം 2022 തൊട്ട് 2023 കാലഘട്ടങ്ങളിൽ ഏകദേശം 42 ബില്യൺ പൗണ്ട്സാണ് UK ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ 23, 24 ഈ കാലഘട്ടങ്ങൾ, 25 കാലഘട്ടങ്ങളിലൊക്കെ വെറും 12 ബില്യൺ പൗണ്ടിലൊക്കെ ഈ നിയമങ്ങൾ വന്ന ശേഷം 12 ബില്യൺ പൗണ്ടാണ് UK ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കോൺട്രിബ്യൂഷൻ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്, ഗവൺമെൻറ് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിർത്താനുള്ള ഒരു പ്ലാനുകളും ഇല്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരുപാട് പെട്ടിക്കട പോലുള്ള യൂണിവേഴ്സിറ്റികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാത്ത, ഒരു ടീച്ചിങ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൊണ്ടുവരുന്ന ക്വാളിറ്റിയോ കീപ്പ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികൾക്ക് വിലക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ BSc അതായത് ഒരു മെട്രിക് യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എവരി ഫ്രീക്വൻറ്റ് ഇൻ്റർവെലിനകത്ത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഈ BSc കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനകത്ത് അതിൻ്റെ റെഡിലാണോ, ആംബറിലാണോ, ഗ്രീനിലാണോ എന്ന് അറിയും. അപ്പോൾ ഈ റെഡിലുള്ള യൂണിവേഴ്സിറ്റീസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റും, നോർമലി ഇപ്പോൾ നമ്മുടെ CQC ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കെയർ ഹോമിൽ കയറി അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയും. എന്നിട്ട് അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ലൈസൻസോ കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യും, റിവോക്ക് ചെയ്യും. സോ ഈ സമാനമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവുക. സോ യൂണിവേഴ്സിറ്റി ക്വാളിറ്റി നിലനിർത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കാണ് പണി. അതായത് യൂണിവേഴ്സിറ്റി സ്പോൺസർഷിപ്പ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും, പുതിയ സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല, ഈ നമ്മൾ തട്ടിക്കുട്ടി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പരിപാടികളോ സ്റ്റുഡൻസിന് വരുന്നവരോ അതിൽ മാനദണ്ഡങ്ങൾ ഉയർത്തി. ഓക്കെ, എക്സാമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റുകൾ ഉയർത്തുന്നു. ഡിപ്പെൻഡിനടക്കം ഇനി MRS പോലത്തെ കോഴ്സുകളിലേക്കൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്പെൻഡിനടക്കം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റുകൾ എഴുതണം. ഓക്കെ, ഇന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയേണ്ടായിരുന്നു. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണം. മറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലോ നോർമലി നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് UK ചെയ്യാം. ബട്ട് ഗ്രാജുവേഷൻ വെച്ചിട്ട് UK ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ചെക്ക് ചെയ്യണം. അത് വളരെ വ്യക്തമായിട്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. സ്റ്റഡീസിനെ കുറിച്ചുള്ള ആരും തന്നെ
ബേജാറാവേണ്ട, നമ്മളെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുമല്ല, മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, ഗ്രാജുവേറ്റ് റൂട്ട്. ഓക്കെ, ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്കകത്തൊരു മാറ്റം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി 2 ഇയേഴ്സിലേക്കാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 1.5 വർഷത്തേക്ക് ചുരുക്കുന്നു എന്നുള്ളതാണ്, 18 മന്ത്സിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 18 മന്ത്സ് നമുക്കറിയാം സഫീഷ്യൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 വർഷം കിട്ടിയിട്ട് സഫീഷ്യൻ്റ് അല്ല ഒരു ജോബ് കണ്ടെത്താനായിട്ട്, ഇവിടുത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഈ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു 18 മന്ത്സിനകത്ത് നമുക്ക് ജോബ് കിട്ടുക എന്നുള്ളതും വൻ ചടങ്ങാണ്. ഗവൺമെൻറ് ഇത്രയേ നോക്കുന്നുള്ളൂ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം യു കെയിലേക്ക് കടന്നു വരിക. മുന്നത്തെ പോലെ എല്ലാവരും യു കെയിലേക്ക് കയറി വരുന്ന പോലെ കയറി വരാതിരിക്കുക എന്നുള്ളതാണ് സിമ്പിളി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്കകത്ത് ഇനി ചേഞ്ചസ് എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഇതൊക്കെ ഒരു ധവളപത്രമാണ്. ഈ ധവളപത്രത്തിൽ ഇനി വരുന്ന നിയമങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിനകത്തേ നമുക്കറിയുള്ളൂ. അപ്പോൾ ഓരോ ജോബിനും, ഓരോ സെക്ടേഴ്സിൻ്റെയും, എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വരുമ്പോൾ അതിനകത്ത് ഇൻ ആൻഡ് ഔട്ട് എല്ലാ ഡീറ്റെയിൽസും വരും. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെയാണ് ഗവൺമെൻറ് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവില്ല എന്ന് ഈ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ സമയത്ത് വരുന്ന സമയത്തേ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വരയ്ക്കും ആ സംഭവങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഉത്തരം തരാം, ഈ ഒരു സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ വീണ്ടും വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളതാണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട് സോഷ്യൽ കെയർ സെക്ടർ. നമുക്കറിയാം കുറേയധികം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ ബോറിസ് ജോൺസൺ ഗവൺമെൻറ് വന്ന ശേഷം ഏറ്റവും നല്ല ഉപകാരം ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട് സോഷ്യൽ കെയർ സെക്ടറിലേക്ക് നമുക്കറിയാം യു കെയിൽ വന്ന സ്റ്റുഡൻസ് ഒരുപാട് പേര് കോഴ്സ് സ്വിച്ച് ചെയ്തിട്ടും അല്ലാതെയും നേരിട്ട് വർക്ക് പെർമിറ്റിലൊക്കെ കയറിയ ആളുകളുണ്ടായിരുന്നു. ഒരു അത്താണി ഇല്ലെങ്കിൽ ഒരു നമുക്ക് എന്താ പറയുക, ഒരു പിടിവെള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു കെയർ വർക്കർ മേഖല, അല്ലേ? സോ ആ കെയർ വർക്കർ മേഖലയിൽ നമുക്കറിയാം ഒരുപാട് പേര് കയറി സെറ്റിലായിട്ടുണ്ട്. ഒരുപാട് പേര് കയറാൻ നോക്കി, പണി കിട്ടിയിട്ടുണ്ട്. ആ പണി കിട്ടിയ എക്സ്പ്ലോയിറ്റേഷൻ കൂടിയപ്പോൾ, വിസ കച്ചവടം കൂടിയപ്പോൾ, വിസ തട്ടിപ്പുകൾ വർദ്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്ത് പറ്റി, ഗവൺമെൻറ്റിന് പല മെഷേഴ്സും കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. പല നിയമങ്ങളും കൊണ്ടുവരേണ്ടതായിട്ട്, നോട്ട് മെഷേഴ്സ്, പല നിയമങ്ങളും കൊണ്ടുവരണം. അതിലൊന്നാമത് ഡിപ്പെൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഒന്ന് മിനിമം അവരുടെ സാലറി സ്ലാബ് ഉയർത്തി 25,000 പൗണ്ടിലേക്ക് ഉയർത്തി. അതുപോലെ തന്നെ പെർ അവർ വേജസ് ഉയർത്തി. അതുകൊണ്ട് തന്നെ ഫെയർ പേ എഗ്രിമെൻറ്റ് നിലവിൽ കൊണ്ടുവന്നു. ഫെയർ പേ എഗ്രിമെൻറ്റ് നിലവിൽ കൊണ്ടുവന്നപ്പോൾ യു കെയിൽ ഒരാളെ എടുക്കുന്നതും ഇപ്പോൾ ചീപ്പ് ലേബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഈ പറഞ്ഞ ഹോമിന് കിട്ടുന്ന അവസരങ്ങൾ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ബാൻ ചെയ്തു ഇരിക്കുകയാണ്. 2028 വരയ്ക്കും ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകൾ ഇനി ഉണ്ടാവില്ല യു കെയിലേക്ക്, കെയർ വർക്കർ മേഖലയിലേക്ക്. ഓക്കെ, ഈ ചില നിയമങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു നിയമം വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് വരാൻ പോകുന്നത്, ചിലപ്പോൾ ഇന്നോ നാളെയായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ചില നിയമങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് കാണാൻ പറ്റും. കാരണം ഈ നിയമങ്ങൾ ചൂഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് അവർ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ അവർ കൊണ്ടുവരും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക, തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോൾ നിയമം ഇപ്പോൾ ബാൻ ചെയ്തു എന്നുള്ള ഇത് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അഡൾട്ട് സോഷ്യൽ കെയർ വർക്കേഴ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് ഇനി ഒരു കാര്യം പറയാം, സിംപിളി ഏജൻസികൾ നാളെ തന്നെ ഇനിയിപ്പോൾ പല ഉടായ്പും പറഞ്ഞ് പുറത്ത് വരും. ഇപ്പോൾ ഇല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പൈസ കൊടുത്തിട്ട് വർഷങ്ങളായിരിക്കുന്ന ആളുകളുണ്ടാവും. ഒക്കത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ തിരിച്ചു മേടിച്ചിടുക. ഓക്കെ, ഇനി അവരുടെ കയ്യിൽ നിന്ന് ഈ വിസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരല്ല, പൊട്ടന്മാരല്ല, ഭൂലോക തോൽവികളായിട്ട് നിങ്ങൾ മാറും. ഇനി അങ്ങനെ പൈസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആരെയും അപ്രോച്ച് ചെയ്യേണ്ട. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം തട്ടിപ്പുകാരുടെ പുറകിൽ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുവിധമായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ പൈസ കുത്തിന് പിടിച്ച് മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. സോ അഡൽട്ട് സോഷ്യൽ കെയർ സെക്ടറിനകത്ത് എന്ത് ചെയ്യാം, ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കേസിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സകല സെക്ടേഴ്സിലും സ്റ്റഡി, വർക്ക്, സെറ്റിൽമെൻറ്റ് ഈ 3 മേഖലയിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കമ്പൾസറി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് മറ്റേ
ഫസ്റ്റ് പ്രൈമറി അപ്ലിക്കൻറ്റ് മാത്രമല്ല വേണ്ടത്, പ്ലസ് ഡിപ്പെൻഡിന് കൂടി, അഡൾട്ട് ഡിപ്പെൻഡിന് കൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നേഴ്സുമാർ, അവരുടെ ഹസ്ബൻഡ്, അതുപോലെ കെയറേഴ്സ് വരുവാണെങ്കിൽ, ഇപ്പോൾ കെയറേഴ്സിന് ഡിപ്പെൻഡൻസ് ഇല്ലെങ്കിലും ചില മേഖലയിൽ ചില 6131 അല്ലാതെ മറ്റ് ചിലതിനകത്ത് ഡിപ്പെൻഡൻസിന് അലോ ചെയ്യുന്ന കെയറേഴ്സ് ഉണ്ടല്ലോ. സോ അവിടെയും ഇനി പറ്റില്ല. എന്താണ്, അവിടെയും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പ്രൂവ് ചെയ്യണം. ഓക്കെ. പിന്നെ അത് മാത്രമല്ലാതെ തന്നെ സെറ്റിൽമെൻറ്റിന് പോകുമ്പോഴും കോഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പഠിക്കാനായിട്ട് വരുന്നവരാണെങ്കിലും, ഇപ്പോൾ എംബ്രസ് പോലുള്ള കോഴ്സുകളൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിലും ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട് ഡിപ്പെൻഡൻറ്റിന്. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി കടുക്കുവാണ്. പണ്ടത്തെ പോലെ ചുമ്മാ കയറി വന്നിരുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ 8ൻ്റെ പണികളോട് പണികളും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇത് നിലവിൽ ചിലപ്പോൾ ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ കെയറേഴ്സിൻ്റെ, സ്റ്റുഡൻസിൻ്റെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിലവിൽ വരാൻ പോകുന്ന നിയമങ്ങളായിരിക്കും. ഇതിനൊന്നും പാർലമെൻറ്റ് എനിക്ക് തോന്നുന്നില്ല എതിർക്കുന്നുള്ളത്. അതുമല്ല, നമുക്കറിയാം റിഫോം പാർട്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത നിയമങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പാർട്ടികളാണ്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര നാൾ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊന്നും അറിഞ്ഞുകൂടാ. അത് ഇനി അവരുടെ പാർട്ടിക്ക് അകത്ത് തന്നെ ഉള്ള എതിർപ്പുകൾ മാത്രമാണ് നമ്മൾ വകവയ്ക്കേണ്ടത്. ജനങ്ങൾ ഇതിനെ പൂർണ്ണ സപ്പോർട്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഒളിച്ചോടലൊന്നും നടക്കുകയൊന്നുമില്ല അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി, ഏറ്റവും വലിയ ടാസ്ക്, വിഷമം ഉണ്ടായിരിക്കുന്നത് പെർമനൻറ്റ് റെസിഡൻസിക്കും ഈ സിറ്റിസൺഷിപ്പിനകത്തൊക്കെയാണ് അല്ലേ. നമുക്കറിയാം 5 വർഷം കൊണ്ട് PR നോർമലി എലിജിബിൾ ആയിട്ടുള്ള PR കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5 ഇയേഴ്സ് തികയ്ക്കുമ്പോൾ നിങ്ങൾക്കൂടി PR കിട്ടും. ഇനി നോർമൽ സെറ്റിൽമെൻറ്റ് ഇല്ല. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന അല്ലെങ്കിൽ PRലേക്ക് പോകുന്ന പരിപാടികളില്ല. ഇനി ഏൺ ചെയ്യണം. അതായത് സെറ്റിൽമെൻറ്റ് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കണോമിക്ക്, എങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് കിട്ടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടലി 10 ഇയേഴ്സിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളിവിടെ പണിയെടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റിൻ്റെ ഈ നിയമങ്ങൾ ബാധകമാവുമോ, ഒരു 5 മാസം കൂടിയുള്ളൂ, 6 മാസം കൂടിയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ സോളിസിറ്റർ പറഞ്ഞതനുസരിച്ചിട്ട് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് ആർക്കും ബാധകമാകില്ല. ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നവർ ഇനി 5-6 മാസം കൂടി ഉള്ളൂ എന്നൊക്കെ പറയുന്നവർക്ക് ഒരിക്കലും ബാധകമാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ വലിയ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്ര വർഷങ്ങൾ ഈ നിയമങ്ങൾ വന്നതും കേട്ടതും കണ്ടതും വെച്ച് എന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും പലരും കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ വന്നല്ലോ. ചില എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതാണ്, വീഡിയോ ഇടുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഈ ഡെയിലി വീഡിയോ ഇടുന്ന കാര്യങ്ങളൊന്നും കാണാതെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ ചാനലിലേക്ക് വലിഞ്ഞു കയറിയിട്ട് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ അത് വന്നല്ലോ, ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ഇത് വന്നല്ലോ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതൊരു ധവളപത്രമാണ്. അതായത് UK ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ധവളപത്രമാണ്. സോ അത് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റ് അല്ലാതെ പിന്നെ എവിടെ വരും അല്ലേ. സോ അതുകൊണ്ട് തന്നെ അത് അതിൽ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ വന്നത് എല്ലാ നിയമങ്ങളല്ല, അതിനകത്ത് ന്യൂസ് അപ്ഡേറ്റ്സും വരും. ഓക്കെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇനി ബേജാറാവണ്ട. ഇനി അതൊക്കെ കണ്ടിട്ട് ബേജാറാക്കാൻ നോക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയട്ടെ, ബേജാറാക്കല്ലേ മേ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR-ൻ്റെ പെർമനൻറ്റ് റെസിഡൻസിൻ്റെ കേസിൽ ഈ സംഭവങ്ങളിൽ ഒരുപാട് ക്ലാരിറ്റി വരാനുണ്ട്. ആ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് തീരുമാനിക്കും എങ്ങനെ, ആരെ, എവിടെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, കുറേ ആൾക്കാർ ഇതിനകത്ത് ചുമ്മാ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടല്ലോ. ഇവരൊക്കെ ചുമ്മാ ഇരുന്ന് PR-ഉം പെർമനൻറ്റ് റെസിഡൻസിയും എടുത്തുകൊണ്ട് പോകുന്നത് നല്ലതാണോ? അല്ലല്ലോ. അല്ല. പിന്നെ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണ്ടാറടങ്ങി ഇവിടെ എക്കണോമിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ടല്ലോ. സോ അവർക്ക് അത് തടയാൻ പോകുന്നില്ല. ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നാളെ ഇതെല്ലാവർക്കും വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളിസിറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തപ്പോഴും അതോടൊപ്പം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില ക്ലോസുകൾക്ക് നമ്മൾ അങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ പ്രെഡിക്ഷൻ പോലെ വെച്ചാൽ മതി. ഓക്കെ. ഇപ്പം ഞാൻ ഗവൺമെൻറ് ഒഫീഷ്യലോ ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്റ്റാമ്പറിൻ്റെ കൊച്ചുമോനോ ഇല്ലെങ്കിൽ ക്രിസ്റ്റാമ്പറിൻ്റെ മരുമോനോ എന്നല്ല. സോ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം
ഒരു പ്രപ്പോസലാണ്. അത് ഗവൺമെൻറ് തീരുമാനമെടുത്ത ശേഷം മാത്രമായിരിക്കും അതിനൊരു ക്ലാരിറ്റി വരുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി ആവട്ടെ സിറ്റിസൺഷിപ്പ് ആവട്ടെ ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട്. B1 B2 വരെയൊക്കെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. A1 A2 വരെയൊക്കെ പ്രൈമറി അപ്ലിക്കൻറ്റിനൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇത് നിലവിൽ വന്നില്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി എല്ലാവർക്കും ഈ പറഞ്ഞ 10 ഇയർ റൂൾ അപ്ലിക്കബിൾ ആയില്ലെങ്കിലും ലാംഗ്വേജിൻ്റെ കേസ് അപ്ലിക്കബിൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രപ്പോസലുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ പലരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. ഈ PSW നിൽക്കുന്ന ഞങ്ങൾക്ക് ഇനി 18 മന്ത്സിൻ്റെ റൂൾ അപ്ലിക്കബിൾ ആവും? ഇല്ല, നിങ്ങൾ ഓൾറെഡി ഇവിടെ വിസയിൽ വന്ന് നിൽക്കുന്നവരാണ്, ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വർഷം നിയമങ്ങൾ വന്നതനുസരിച്ച്, കണ്ടതനുസരിച്ച്, കേട്ടതനുസരിച്ച്, ഇതേപോലുള്ള സോളിസിറ്റേഴ്സിൻ്റെയും മറ്റു പലരുടെയും എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തതനുസരിച്ച് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ PSW വന്നവർക്ക് നിങ്ങൾ ഇപ്പോൾ ഉള്ള കറൻറ്റ് നിയമം അനുസരിച്ചിട്ടുള്ള PSW ഇല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, നിങ്ങളാരും 18 മാസത്തേക്ക് നിങ്ങളുടെ PSW ചുരുങ്ങാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാം, ഇനി സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും മറ്റ് നിയമങ്ങളിലും വരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഈ നിയമങ്ങളായിട്ടില്ലല്ലോ, നിയമങ്ങളായാലേ ഇതൊക്കെ നമുക്ക് ഒരു കൺഫർമേഷൻ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിയമങ്ങളാവുകയാണെങ്കിലും ആവാതിരിക്കുകയാണെങ്കിലും ഓരോ മാറ്റങ്ങളും ചലനങ്ങളും മുന്നത്തെ പോലെ തന്നെ നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചോദിച്ചിട്ട് വരും, ഇതൊക്കെ നിയമമായിട്ട് വീഡിയോ ചെയ്താൽ പോരടെ. അങ്ങനെ ചോദിച്ചവരുടെ അടുത്ത് ഇത് ഞങ്ങൾ അന്ന് തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതേപടി തന്നെ എല്ലാ കാര്യങ്ങളും വന്നില്ലേ. സോ അതേപോലെ തന്നെ ചേഞ്ചസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് അതിൻ്റെ രീതിക്ക് എടുക്കുക. അത് മാറ്റങ്ങൾ വരാതിരിക്കാം. ഇപ്പോൾ ധവളപത്രം വരെ എത്തി, ഇനി അത് നിയമമാവാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ ന്യൂസ് അപ്ഡേറ്റ്സ് തരുന്ന സമയത്ത് അതിനെൻ്റെ രീതിയിൽ സെൻസിലെടുത്ത് കാണാനായിട്ട് ശ്രമിക്കാം. സോ ആകെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വന്നിട്ടുള്ള നിയമങ്ങൾ. ഇനി സംശയങ്ങളിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക, കാരണം ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം.